ഉള്ളവരെ കൗൺസിലിങ്ങിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഷാഫി കളത്തിന്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ ഒരുപാട് കൗൺസിലിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്താണ്, കൗൺസിലിങ്ങിൻ്റെ അങ്ങനെ ഓരോന്നോരോന്നും പറഞ്ഞു വരികയാണ് അല്ലേ. കൗൺസിലിങ്ങിൻ്റെ അപ്രോച്ചസ് എന്താണ്, ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് എന്താണ്, ഗ്രൂപ്പ് കൗൺസിലിംഗ് എന്താണ്, കൗൺസിലിംഗ് ഗൈഡൻസ് നമ്മളുടെ കണക്ഷൻ എന്താണ് സൈക്കോ തെറാപ്പി, കൗൺസിലിംഗ് തുടങ്ങിയിട്ടുള്ള ഓരോ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് ഇങ്ങനെ വരികയാണ്. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ എവിടെ എത്തി? പിന്നെ ഏരിയാസ് ഓഫ് അല്ലെങ്കിൽ സ്കോപ്പ് അല്ലെങ്കിൽ ഫീൽഡ് ഓഫ് കൗൺസിലിംഗ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഓർമ്മിച്ച് വെക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാ കാര്യങ്ങൾ വളരെ ഇൻഫോർമേറ്റീവ് അല്ലേ? എന്നാൽ നമ്മുടെ താഴെ ഒരു ലൈക്ക് ഇട്ടോളൂ. ഓക്കെ, റെഡി? അടിച്ചു. താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോവാം. അപ്പോൾ ഏരിയാസ് ഓഫ് കൗൺസിലിംഗ്, ഫീൽഡ് ഓഫ് കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഈ ഏരിയാസ്, ഫീൽഡ്, സ്കോപ്പ് ഓഫ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ കൗൺസിലിംഗ് ഏതെല്ലാം ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതിനൊക്കെ നമുക്ക് ഏരിയാസ് ഓഫ് കൗൺസിലിംഗോ സ്കോപ്പ് ഓഫ് കൗൺസിലിംഗ് എന്നൊക്കെ വിളിക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് ദ ഏരിയാസ് ഓഫ് കൗൺസിലിംഗ്. യെസ്, റെഡി. ഒന്ന്, എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ്. എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ് നോക്കിയാൽ നിങ്ങൾ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കുള്ള കൗൺസിലിംഗ് ഒക്കെ അറിയാം, ഒറ്റയടിക്ക് അറിയാം. അപ്പോൾ കൗൺസിലിങ്ങിന് ഒരുപാട് ഏരിയകളുണ്ട്, സ്കോപ്പ് ഉണ്ട്. അതിലൊന്നാണ് വിദ്യാഭ്യാസപരമായിട്ടുള്ള കൗൺസിലിംഗ് എന്ന ഏരിയ നമ്മൾ. എഡ്യൂക്കേഷൻ മെയിൻലി റെഫേഴ്സ് ടു പ്രൊവൈഡിങ് അസിസ്റ്റൻസ് ആൻഡ് ഗൈഡൻസ് ടു സ്റ്റുഡൻസ്. കുട്ടികൾക്കുള്ള ഗൈഡൻസ്, അസിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയല്? എഡ്യൂക്കേഷൻ കൗൺസിലിംഗ് എന്ന് പറയല്. മേക്കിംഗ് റൈറ്റ് ചോയ്സസ്, ശരിയായിട്ടുള്ള ചോയ്സ്, പഠനത്തിൽ ശരിയായിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക, വിദ്യാഭ്യാസപരമായിട്ട് പ്ലാന്, അതേപോലെ കരിയർ, ഭാവിയിലേക്കുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണം, ഏത് സ്ട്രീം, സ്പെഷ്യലൈസേഷൻ ഏതെടുക്കണം, ഏത് സ്ട്രീം എടുക്കണം, ഏത് യൂണിവേഴ്സിറ്റി എടുക്കണം, കോളേജ് എടുക്കണം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ് ഏത്? എഡ്യൂക്കേഷൻ കൗൺസിലിംഗ്. ഉണ്ടോ? ഇനി എൻ്റെ ഒരു ചെറിയൊരു എലാബറേഷൻ കൂടി. ആൻഡ് എഡ്യൂക്കേഷൻ കൗൺസിലർ mainly work with school and college student academic environment. ഒരു എഡ്യൂക്കേഷൻ കൗൺസിലർ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നതുമായിട്ടാണ് കുട്ടികളുടെ അക്കാദമിക്കായിട്ട് പഠനപരമായിട്ടുള്ള സാഹചര്യം, എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നതാണ് സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി നോക്കി നിങ്ങൾ, മെനി സ്കൂൾ ഹാവ് ദെയർ ഓൺ, എല്ലാ സ്കൂളുകൾക്കും, മെനി സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കുട്ടികൾക്ക് ഉണ്ട്, ദെയർ ഓൺ എഡ്യൂക്കേഷൻ കൗൺസിലേഴ്സ്. അവർക്ക് എന്തുണ്ട്? എഡ്യൂക്കേഷൻ കൗൺസിലേഴ്സ് അവിടെ ഉണ്ട്. എന്നിട്ട് എന്തിനാണത്? ടു ഹെൽപ്പ്, സഹായിക്കാൻ ടു സ്റ്റുഡൻസിനെ എന്തിന്? ടു ഫൈൻഡ് ദ റൈറ്റ് കരിയർ. നേരത്തെ പറഞ്ഞൊന്നും കൂടി വിശദീകരിക്കുകയാണ്. യഥാർത്ഥ ജോലിയും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ അവരെ സഹായിക്കും. മേക്ക് ഇൻഫോംഡ് ചോയ്സസ് ഇൻ ദെയർ സ്റ്റഡീസ്. അപ്പോൾ അവർക്ക് അവരുടെ ചോയ്സസിനെ കുറിച്ചിട്ട് എന്ത് പറഞ്ഞു കൊടുക്കും? ഏതൊക്കെ സ്റ്റഡീസ്, എന്തൊക്കെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും അല്ലേ. എസ്പെഷ്യലി, പ്രത്യേകിച്ച് സ്പെഷ്യൽ നീഡ്സ് ചിൽഡ്രൻ. ഏത് കുട്ടികൾക്ക് പ്രത്യേകിച്ചായിട്ടും? സ്പെഷ്യൽ നീഡുള്ള കുട്ടികൾക്ക് പ്രത്യേക ഒരു ട്രെയിനിങ് കൊടുക്കേണ്ടി വരും അല്ലേ. കാരണം ഒരുപാട് സ്പെഷ്യൽ നീഡുള്ള കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ എഡ്യൂക്കേഷൻ കൗൺസിലേഴ്സ് ആൾസോ അസിസ്റ്റ്, എഡ്യൂക്കേഷൻ കൗൺസിലേഴ്സ് അസിസ്റ്റ് ചെയ്യും ആരെ? ഇൻ ഡീലിംഗ് വിത്ത് ദി പേഴ്സണൽ ഇഷ്യൂസ് ഇമ്പാക്റ്റിംഗ് അക്കാദമിക് ജേണി. അപ്പോൾ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അക്കാദമിക് ജേണി പറഞ്ഞാൽ പഠിക്കുന്ന കാലഘട്ടം അല്ലേ, അവിടെ നമുക്കുണ്ടാകുന്ന പേഴ്സണലായിട്ടുള്ള ഇഷ്യൂസിനും ഇവർ ഡീൽ ചെയ്യും. ടു റിസോൾവ് സച്ച് ഇഷ്യൂസ്, അങ്ങനത്തെ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ ആൻഡ് എഡ്യൂക്കേഷണൽ കൗൺസിൽ ആൾസോ ഇൻട്രാക്ട് വിത്ത് സ്റ്റുഡൻസ്, പാരൻസ് ഓർ ഗാർഡിയൻ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? കുട്ടികളുടെ രക്ഷിതാക്കളെ വിളിച്ച് സംസാരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ വിളിച്ച് സംസാരിക്കേണ്ടി. എന്തിനു വേണ്ടി? ടു ഹെൽപ്പ് ദം ടു ഹെൽപ്പ് അവരെ സഹായിക്കാൻ ഇൻ ഫിഗറിങ് ഔട്ട്, കണ്ടെത്തുന്നതിന് ദ ബെസ്റ്റ് സൊല്യൂഷൻ ഫോർ ദി സ്റ്റുഡൻസ് പ്രോബ്ലം, കുട്ടിയുടെ പ്രശ്നങ്ങൾ തീർക്കുന്നതിന്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ കൗൺസിലർ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടും കരിയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അതിൽ രക്ഷിതാക്കളെ കോൺടാക്ട് ചെയ്തോ ടീച്ചേഴ്സിനെ കോൺടാക്ട് ചെയ്തോ ഒക്കെ കൗൺസിലേഴ്സ് കോൺടാക്ട് ചെയ്തിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ശ്രമം നടത്തിയിരിക്കണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അപ്പോൾ അതിൽ ചെയ്യാണ്ടാവുക? ഇറ്റ് ഹെൽപ്പ് യു, എഡ്യൂക്കേഷൻ കൗൺസിലിംഗ് നിങ്ങളെ സഹായിക്കുന്നു ടു റിയലൈസിങ് യുവർ പാഷൻ, നിങ്ങളുടെ ഒരു പാഷൻ തിരിച്ചറിയാൻ നിങ്ങളെ സഹായിക്കുന്നു. അതായത് യൂസിങ് SWOT അനാലിസിസ് ചെയ്യാൻ വേണ്ടി. SWOT പറഞ്ഞ സ്ട്രെങ്ത്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെട്ട്, ഇത് കണ്ടെത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും കണ്ടെത്താൻ വേണ്ടിയിട്ട് കുട്ടികളെ സഹായിക്കും. പിന്നെ അടുത്ത പോയിൻ്റ് എന്താ? കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ,
ഉണ്ടോ, കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും കുട്ടികളിൽ. അടുത്തതായിട്ട് ഹെൽപ്പ് ടു ഫോർസീ ദ ചാലഞ്ചസ്, മുൻകൂട്ടി കാണുന്നതിന് നമ്മൾ ഫോർസീ എന്ന് പറയും അല്ലേ. നമ്മുടെ പ്രശ്നങ്ങൾ മുൻകൂട്ടി കാണാൻ നമ്മൾ സഹായിക്കും, വെല്ലുവിളികളെ മുൻകൂട്ടി കാണാനും. അതേപോലെ അതിനെ ഓവർകം ലൈക്ലി ടു കം ഇൻ യുവർ വേ ആൻഡ് ലെറ്റസ്റ്റ് ടു പ്രിപ്പയർ ഫോർ ഇൻ അഡ്വൈസ്. അപ്പോൾ നമുക്ക് ഇന്ന 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ പരീക്ഷ ഉണ്ടാവും, ഇത്ര പരീക്ഷ ഉണ്ടാവും, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, ഇത്ര ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ മുൻകൂട്ടി നമുക്ക് കാണാനും അതിനെ നേരിടാനൊക്കെ നമുക്ക് സാധിക്കും. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് നോക്കിയാൽ നിങ്ങൾ കൗൺസിലിംഗ് കൊണ്ടുവരുന്നു, ക്ലാരിറ്റി, നല്ലൊരു ക്ലാരിറ്റി കൊണ്ടുവരും തോട്ട്, ചിന്തകൾ, ആൻഡ് റെഡ്യൂസ്, കുറക്കുന്നു കരിയർ റിലേറ്റഡ് സ്ട്രെസ്സ്. ഉണ്ടോ, കരിയറിൽ ഇനി എന്തെടുക്കണം എന്നുള്ള ടെൻഷൻസൊക്കെ ഈ ഒരു സംഭവം നമുക്ക് കുറച്ച് തരും. ഇറ്റ് ഗീവ്സ്, ഈ എഡ്യൂക്കേഷൻ കൗൺസിലിംഗ് എന്ത് ചെയ്യും, ഗീവ് ഓപ്പർച്യൂണിറ്റി, നമുക്ക് അവസരം നൽകുന്നു ടു ഇംപ്രൂവ്, ഉഷാറാക്കാൻ, ബിഹേവിയർ, നമ്മുടെ സ്വഭാവങ്ങൾ ഉഷാറാക്കാൻ സഹായിക്കുന്നു. ബൈ ഹെൽപ്പിംഗ് യു ടു പിക്ക് ഔട്ട് നെഗറ്റീവ് ട്രേറ്റ്സ്, നമ്മൾ നെഗറ്റീവായിട്ടുള്ള സ്വഭാവ ഗുണങ്ങളൊക്കെ മാറ്റിയിട്ട് പോസിറ്റീവായിട്ടുള്ള സ്വഭാവ ഗുണങ്ങൾ കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ എഡ്യൂക്കേഷണൽ കൗൺസിലിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. നോക്ക് 3 കോർ ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷൻ കൗൺസിലിംഗ്, 3 പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ കൗൺസിലിംഗ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് എഡ്യൂക്കേഷൻ ആൻഡ് ഗൈഡൻസ് അല്ലേ, എഡ്യൂക്കേഷണൽ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്, വൊക്കേഷണൽ കൗൺസിലിംഗ്, കരിയർ കൗൺസിലിംഗ്. 3 കിട്ടിയോ? മനസ്സിലായില്ലേ? ഒന്ന് എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ് വരുമ്പോൾ എഡ്യൂക്കേഷൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ഒരു ഭാഗം. 2 ജോലിപരമായിട്ടുള്ള സംഭവം വൊക്കേഷണൽ അല്ലേ, വൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അതേപോലെ കരിയറും ഏകദേശം ഒരേ ടച്ചുള്ള സംഭവങ്ങൾ തന്നെയാണ്. ഇനി നിങ്ങൾ നോക്കി, ഓക്കെ, ഓരോ വരികൾക്കിടയിലൂടെ ഇങ്ങനെ പോകട്ടോ നമുക്ക്. എഡ്യൂക്കേഷൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്ന് പറയുന്ന സമയത്ത് അത് ഞാൻ പറയണേ, ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് നേരത്തെ 3 പറയില്ല. ഇതിൽ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്ത് ചെയ്യുന്നു, ഫോക്കസ്, അത് പ്രാധാന്യം നൽകുന്നു ഓൺ പ്രൊവൈഡിങ് റൈറ്റ് ഗൈഡൻസ് ടു സ്റ്റുഡൻറ് ആസ് പെർ ദർ അക്കാദമിക് നീഡ്സ്. അക്കാദമിക്കൽ നീഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആണ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് കൊടുക്കുന്നത്. അതിൽ സെലക്ടിങ് ദ സ്ട്രീം, ഏത് സ്ട്രീം, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഏത് തിരഞ്ഞെടുക്കണം, ബെസ്റ്റ് കോളേജ് എങ്ങനെ തിരഞ്ഞെടുക്കണം, കോഴ്സ് എങ്ങനെ തിരഞ്ഞെടുക്കണം, ഹൈസ്കൂൾ കഴിഞ്ഞാൽ മുതൽ. ഇനി ഹൈസ്കൂൾ കഴിഞ്ഞ മുതൽ അതായിട്ടോ. അതേപോലെ ഇത് പറയുന്നത് എഡ്യൂക്കേഷൻ കൗൺസിലേഴ്സ് ആർ ജനറലി ഫൗണ്ട് ഇൻ സ്കൂളിൽ അവരെ നമുക്ക് കാണാം, ആൻഡ് കോളേജിലും കാണാം. ആൻഡ് യു ക്യാൻ സീക്ക് ഗൈഡൻസ് ഫ്രം എഡ്യൂക്കേഷൻ കൗൺസിലിംഗ് സർവീസ് ടു റൈറ്റ് മെൻറ്ററിങ് ഫോർ അക്കാദമിക് ജേണി. അക്കാദമിക് ജേണിയിൽ നമ്മളെ സഹായിക്കാൻ, അക്കാദമിക് ജേണി പറഞ്ഞാൽ പഠനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ സഹായിക്കാൻ ഈ എഡ്യൂക്കേഷൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സ്കൂളുകളിൽ ഉണ്ടായിരിക്കും. ഇനി വൊക്കേഷൻ ലെവലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഓരോന്ന് കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവും എന്താണെന്നുള്ളത്. വൊക്കേഷൻ ലെവലിലേക്ക് വരിക എന്ന് പറയുന്ന സമയത്ത് വൊക്കേഷണൽ കൗൺസിലിംഗ് ഈസ് സിമിലർ ടു കരിയർ കൗൺസിലിംഗ്. വൊക്കേഷണൽ കൗൺസിലിങ്ങും കരിയർ കൗൺസിലിംഗ് ഏകദേശം തുല്യമാണ്, പക്ഷേ ഫോക്കസ് മോർ ഓൺ ഫൈൻഡിങ് ദ റൈറ്റ് ഓക്യുപ്പേഷൻ. വൊക്കേഷൻ ഗൈഡൻസ് എന്താ ചെയ്യുന്നത്, ഈ ഒരു ഓക്യുപ്പേഷൻ ജോലി കണ്ടെത്താനുള്ള ഒരു ഏരിയ, അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്താനുള്ള ആസ് പെർ ദ ഇൻട്രസ്റ്റ് ആൻഡ് ഡിമാൻഡ്സ് ഓഫ് ദ സെക്ടർ ഇൻഡസ്ട്രി ദേ വാണ്ട് വർക്ക് ഇൻ അല്ലേ. അപ്പോൾ ഏത് സെക്ടറിലാണ് നമുക്ക് അല്ലേ, ആസ് പെർ ദെയർ ഇൻട്രസ്റ്റ്, താല്പര്യം അനുസരിച്ചും. ഇപ്പോൾ ഒരാൾക്ക് താല്പര്യമുണ്ട്, പക്ഷെ അതിനനുസരിച്ച് ആ ഒരു സെക്ടറിൽ ഡിമാൻഡ് ഉണ്ടോ. നമ്മളൊരു ബിടെക് എടുക്കുകയാണ്, അപ്പോൾ ആ ബിടെക്കിൻ്റെ സെക്ടറിൽ അത്രത്തോളം ഡിമാൻഡ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ. ഇനി അതിൻ്റെ കരിയർ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കുക, ഇതൊരു ഹോളിസ്റ്റിക് കോമ്പിനേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് വൊക്കേഷൻ കൗൺസിലിംഗ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ 2 കൂടി മിക്സ് ആക്കിയൊരു സാധനത്തിനാണ് നമ്മൾ കരിയർ കൗൺസിലിംഗ് എന്ന് പറയാറുള്ളത് കേട്ടോ. ഇറ്റ് ഫോക്കസ് ബോത്ത് സ്റ്റുഡൻസ് ആൻഡ് വർക്കിംഗ് പ്രൊഫഷണൽസ്. ഇത് ഏതിനെ ബന്ധപ്പെടും, സ്റ്റുഡൻസുമായിട്ടും വർക്കിംഗ് പ്രൊഫഷണലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സംഭവമാണ്. പ്രൊവൈഡ് ദം ദ റൈറ്റ് മെൻറ്റർഷിപ്പ് ദേ നീഡ്, അവർക്ക് ആവശ്യമുള്ള നല്ല മെൻറ്റർഷിപ്പ് കൊടുക്കും. എവറി സ്റ്റെപ്സ് ഓഫ് ദെയർ അക്കാദമിക് ആൻഡ് പ്രൊഫഷണൽ ജേണി, ഇതിൽ അവരുടെ അക്കാദമിക് ആയിട്ടുള്ളതിലും പ്രൊഫഷണൽ ആയിട്ടുള്ള ജേണിയിലൊക്കെ നല്ല സപ്പോർട്ട് ഇതിൽ നൽകും. ഇതാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്, കരിയർ കൗൺസിലിങ്ങിൽ പറയാനുള്ളത് കേട്ടോ. ഇനി കൗൺസിലിങ്ങിൻ്റെ മറ്റൊരു ഏരിയ പോകാം, പേഴ്സണൽ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഏരിയ. പേഴ്സണൽ കൗൺസിലിംഗ് എന്ന് പറയുന്ന സമയത്ത് പേഴ്സണൽ കൗൺസിലിംഗ് ഇൻവോൾവ്സ്, അതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് യു ആൻഡ് കൗൺസിലർ വർക്കിംഗ് ടുഗദർ.
involve you and a counselor working together to achieve your goal for a change. അപ്പോൾ ഇവിടെ പേഴ്സണൽ കൗൺസിലിംഗ് ഇൻവോൾവ്സ് യു എന്ന് നമ്മൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലയൻറ്റും കൗൺസിലറും ഒരുമിച്ച് വർക്ക് ചെയ്യണം അല്ലേ, എന്തിന്? ടു അച്ചീവ് യുവർ ഗോൾ, നിങ്ങളുടെ ലക്ഷ്യം കംപ്ലീറ്റ് ചെയ്യുന്നതിന്. ഇതാണ് കൗൺസിലിംഗ് പ്രോസസ്സ്. കൗൺസിലിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞ സമയത്ത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഡിപ്പെൻഡിങ് ഓൺ ദി പേഴ്സണാലിറ്റീസ് ഓഫ് ദി കൗൺസിലറിൻ്റെ പേഴ്സണാലിറ്റി ഓഫ് ദി കൗൺസിൽ ആൻഡ് ദ ക്ലയൻറ്റും കൗൺസിലും തമ്മിലുള്ള ബന്ധം അനുസരിച്ചും പേഴ്സണാലിറ്റി അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലത്തെ കൗൺസിൽ ബ്രിങ് ഫോർവേഡ് എന്ത് ചെയ്യാം? അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദ കൗൺസിലർ ക്ലയൻറ്റ് ആൻഡ് ദ പെർട്ടിക്കുലർ കൺസേൺ യു ബ്രിങ് ഫോർവേഡ്. അപ്പോൾ നമുക്ക് എന്തെല്ലാം കൺസേൺസ് ആണ് നമ്മൾ പുറത്തോട്ട് കൊണ്ടുവരുന്നത്, അതൊക്കെ ഇതിലെന്ത് ചെയ്യാം, നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റും, മനസ്സിലാക്കാനൊക്കെ സാധിക്കും. ഇതൊക്കെയുള്ള പേഴ്സണൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് അതാണ് അടുത്ത് പറയുന്നത്. എന്താ നിങ്ങൾ ഇതുവരെ പേഴ്സണൽ കൗൺസിലിങ്ങിൻ്റെ ഒരു ഏരിയ പറഞ്ഞല്ലോ. പേഴ്സണൽ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ പേഴ്സണൽ കൗൺസിലിംഗ് സഹായിക്കുന്നു ഇൻഡിവിജ്വൽ വ്യക്തികളെ ടു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ദി സ്പെസിഫിക് കൺസേൺ ദേ ആർ എക്സ്പീരിയൻസിങ്. അവരനുഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒരു കൂടുതൽ മനസ്സിലാക്കാൻ നമ്മളെന്ത് ചെയ്യും, അത് സഹായിക്കും. ഐഡൻറ്റിഫൈ ദെയർ സ്ട്രെങ്ത്, അവരുടെ കഴിവുകളെ കണ്ടെത്തുക ദെയർ സ്ട്രെങ്ത്, അവരുടെ കഴിവുകളെ. ടു ഡിറ്റർമൈൻ ദ ഡയറക്ഷൻ ദേ നീഡ്, അവർക്ക് ആവശ്യമായിട്ടുള്ള ഡയറക്ഷൻസ്, ഇനി എങ്ങോട്ടാണ് എന്താണ് അവർ ജീവിതത്തിൽ ചെയ്യേണ്ടതെന്ന് ഡയറക്ഷൻസ് കൊടുക്കാൻ തയ്യാറാവും അല്ലേ. ടു ടേക്ക് in order to address the concern. അപ്പോൾ എന്തെല്ലാം വിഷയങ്ങളാണോ ഡീൽ ചെയ്യാൻ പോകുന്നത് അതിനൊക്കെ കൺസേൺ ചെയ്യാനും നേരിടാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഡയറക്ഷൻ കിട്ടും. ഇനിയോ ദ പേഴ്സണൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ആൾസോ ഫെസിലിറ്റേറ്റ്, അത് നമ്മളെ സഹായിക്കുന്നു ഗ്രേറ്റർ അണ്ടർസ്റ്റാൻഡിങ്, നല്ലോണം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഡിഫിക്കൽട്ട് ഇമോഷൻസ്, നമ്മളെ ബുദ്ധിമുട്ടുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള ഇമോഷൻസിനെ അത് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. റിലേഷൻഷിപ്പ് ആൻഡ് ബിഹേവിയർ, നമ്മുടെ സ്വഭാവങ്ങളെയും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആൻഡ് ഇൻക്രീസ്ഡ് എബിലിറ്റി ടു മാനേജ് ഓവർകം ദ ചാലഞ്ചസ്, നമ്മുടെ ടെൻഷൻസിനും ചാലഞ്ചസിനെ മറികടക്കാൻ അത് സഹായിക്കുന്നു. ഗെയിനിങ്, നമുക്ക് നേടിത്തരുന്നു തെറാപ്യൂട്ടിക് ഇൻസൈറ്റ്, നമുക്കൊരു ഉൾക്കാഴ്ച, നമുക്ക് ഒരു ചികിത്സാപരമായിട്ടുള്ള ഉൾക്കാഴ്ച നമുക്ക് നേടിത്തരുന്നു. ഇൻറ്റു വാട്ട് മൈറ്റ് ബി യുവർ പ്രോബ്ലമാറ്റിക് പാറ്റേൺസ്, നമ്മളെ പ്രശ്നപരമായ കാര്യങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും അതിനൊരു പ്രോബ്ലമാറ്റിക് പാറ്റേൺ ആയിട്ട് അതിനെ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി സ്ട്രെങ്തൻ യുവർ കപ്പാസിറ്റി ടു ലീവ് എ ന്യൂ ഓർ മോർ ഫ്ലെക്സിബിൾ വേസ്. അപ്പോൾ ഒരു പുതിയ നല്ല ഫ്ലെക്സിബിളായിട്ട് സിമ്പിളായിട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കി തരാൻ പേഴ്സണൽ കൗൺസിലിംഗ് സഹായിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഒരു ക്ലയൻറ്റിനെ എംപവർ ചെയ്യാനും ക്ലയൻറ്റിനെ ഉഷാറാക്കാനും ക്ലയൻറ്റിൻ്റെ പ്രോബ്ലംസിനെ മാറ്റിയെടുക്കാനൊക്കെ പേഴ്സണൽ കൗൺസിലിംഗ് കൊണ്ട് സാധിക്കുന്നതാണ് പറയുന്നത് കേട്ടോ. ഈ നോക്കി നിങ്ങൾ, കൗൺസിലർ ക്യാൻ ബി ബോത്ത് റിയഷ്വറിങ്, സപ്പോർട്ടീവ്, വെൽ ചാലഞ്ചിങ് as well as challenging, since often involves difficult troubling aspects of your life. You may experience uncomfortable feelings and may even find that you work on your concern. Think first will worse before they feel better. However, while there is no guarantees of what you will experience, personal counseling will very often leads solution to specific problem, better relationship and insight, reduction of feelings of stress. അപ്പോൾ ഓർമ്മിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ടെൻഷൻസ് ഉണ്ടെങ്കിൽ കൂടിയിട്ട് എന്ത് വിഷയങ്ങളുണ്ടെങ്കിൽ ഇറ്റ് സൊല്യൂഷൻ ടു സ്പെസിഫിക് ചില പ്രശ്നങ്ങൾക്കൊക്കെ എന്ത് ഉണ്ടാക്കും, സ്പെസിഫിക് സൊല്യൂഷൻ ടു സ്പെസിഫിക് പ്രോബ്ലം, ചില പ്രോബ്ലംസിനൊക്കെ ആ സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ബെറ്റർ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യും. സിഗ്നിഫിക്കൻറ്റ് റിഡക്ഷൻ ഇൻ ഫീലിംഗ് ഓഫ് ഡിസ്ട്രെസ്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഭയങ്കര അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കുറക്കാനൊക്കെ ഈ പേഴ്സണൽ ഗൈഡൻസ് നമ്മളെ സഹായിക്കുന്ന ചുരുക്കം. അപ്പോൾ ഇനി അടുത്ത ഇതിലേക്ക് പോവാം. സ്കോപ്പാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ സോഷ്യൽ കൗൺസിലിംഗ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഓർമ്മിക്കുക, സോഷ്യൽ കൗൺസിലിംഗ് എന്താണ് സോഷ്യൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതും എല്ലാ കൗൺസിലിങ്ങിൻ്റെയും അൾട്ടിമേറ്റ്ലി ഒന്ന് തന്നെ ആയിരിക്കും കേട്ടോ. എല്ലാം സൊല്യൂഷനിലേക്ക് പോകാനാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് നമുക്ക് ആദ്യം പഠിച്ച നാച്ചുറൽ ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെയൊക്കെ ഹെഡിങ് നമ്മുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഉള്ളിൽ എഴുതി കൊടുക്കാൻ എളുപ്പമുണ്ടായിരിക്കും. ഇതൊരു സോഷ്യൽ കോണ്ടെക്സ്റ്റ് ആണ് നോക്കുക അല്ലേ. ദ സോഷ്യൽ കൗൺസിലിംഗ് സോഷ്യൽ കൗൺസിലിംഗ് സഹായിക്കുന്നു ടു ഫൈൻഡ് കണ്ടെത്താൻ, ഇൻഡിവിജ്വൽ വ്യക്തികൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ സഹായിക്കുന്നു. ടുഗദർ വിത്ത് ദ സ്റ്റുഡൻസ് ടു ഇഷ്യൂസ് സച്ച് ആസ്
covering the cost of living, pregnancy and child care as well as planning in general. It provides extensive information, advice and degree related to help to other. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ കിട്ടുക, ഇതിനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്, ഈ സംഭവം സഹായിക്കുന്നുണ്ട്. പിന്നെ ഇറ്റ് ഹെൽപ്പ് ഇൻഡിവിജ്വൽ ടു ഫൈൻഡ് സൊല്യൂഷൻ കണ്ടെത്താൻ സഹായിക്കുന്നുണ്ട്. എങ്ങനെ ടുഗദർ വിത്ത് ദി സ്റ്റുഡൻസ്, കുട്ടികളുമായി ബന്ധപ്പെട്ടതുള്ളത്, അതേപോലെ പിന്നെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പ്രഗ്നൻറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ചൈൽഡ് കെയറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അങ്ങനെ പിന്നെ മൊത്തത്തിൽ എല്ലാ വിഷയങ്ങളെയും സോഷ്യലുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളെയും കൗൺസിലിംഗ് ഡീൽ ചെയ്യുന്നുണ്ട്. പിന്നെ സോഷ്യൽ കൗൺസിൽ ആൾസോ ആക്ട് എ മീഡിയേറ്റർ ബിറ്റ്വീൻ സ്റ്റുഡൻസ് ലുക്കിംഗ് അഡ്വൈസ് ആൻഡ് റെസ്പോൺസിബിൾ ഓഫീസസ്. Students with disability are often supported by social counseling. അപ്പോൾ ശരിക്കും ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്കുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ സഹായകമായി മാറുന്നത് സോഷ്യൽ കൗൺസിലിംഗ്. ചുരുക്കി പറഞ്ഞാൽ ഇത്ര എടുക്കങ്ങൾ സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സഹായകമായി വരുന്ന സംഭവമാണ് സോഷ്യൽ കൗൺസിലിംഗ്. ഓക്കെ, അടുത്ത പറയാൻ പോകുന്നത് വൊക്കേഷണൽ കൗൺസിലിംഗ്. അപ്പോൾ എന്താണ് വൊക്കേഷൻ? നമുക്ക് ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും അല്ലേ. വൊക്കേഷണൽ കൗൺസിലിംഗ് ഓർ റീഹാബിലിറ്റേഷൻ. വൊക്കേഷണൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈസ് എ സെറ്റ് ഓഫ് സർവീസസ്, ഒരുപാട് സർവീസ് വരും, ഡിസൈൻഡ് ടു ഡെവലപ്പ് സ്കിൽസ് ആൻഡ് എബിലിറ്റി ടു പ്രാക്ടീസ് വൊക്കേഷൻ ആൻഡ് ഇൻ എ പ്രൊഡക്റ്റീവ് വേ. അപ്പോൾ നമുക്ക് ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ. അപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റീവായ രീതിയിൽ നമ്മളെ ജോലി കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഏതെങ്കിലും ജോലിക്ക് പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല, നമുക്ക് ഇഷ്ടമുള്ളേക്ക് പോകണം അല്ലേ. അങ്ങനെയുള്ള സംഭവങ്ങൾ ഈ വൊക്കേഷണൽ കൗൺസിലിംഗ്. പിന്നെ വേറൊരു സംഭവം കൂടി ഇത് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ബുദ്ധിപരമായിട്ടോ ബാക്കിയുള്ള എൻവയറമെൻറ്റ് കൊണ്ടൊക്കെ ജനിക്കുന്ന മക്കൾക്ക് അവിടെ നമുക്ക് ചിലപ്പം അവിടെ വൊക്കേഷണൽ കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്തായിരിക്കും കാര്യങ്ങൾ, അത് അവരെ നമ്മൾ ഈ പിന്നെ ചെറിയ റീഹാബിലിറ്റേഷൻ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് ചെറിയ സംഭവങ്ങൾ അവരെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും നമ്മുടെ അടുത്ത ലക്ഷ്യം. അപ്പോൾ നോക്കി നിങ്ങൾ പിന്നെ ദോസ് ബോൺ വിത്ത് ഫിസിക്കൽ കെയർ, ഫിസിക്കൽ ഓർ കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ്, ശാരീരികമായിട്ടോ ബുദ്ധിപരമായിട്ടോ വൈകല്യമുള്ള കുട്ടികൾ ആർ ടോട്ട്, അവരെ പഠിപ്പിക്കുന്നു ഹൗ ടു പെർഫോം ഇൻ ദ വർക്ക് സ്പേസ്, അവർക്ക് അവരുടേതായിട്ടുള്ള വർക്ക് സ്പേസ് സ്ഥലങ്ങളിൽ എങ്ങനെ പരിഗണന ലഭിക്കാൻ സാധിക്കുന്നു, അവരുടെ കഴിവുകളെ നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാൻ സാധിക്കുന്നു, ആൻഡ് ചാലഞ്ചസ് വെല്ലുവിളിക്കുകയും. ഇറ്റ് ഈസ് ഓഫൻ പ്രൊവൈഡ് ഫോളോയിങ് ആക്സിഡൻറ്റ്സ് ഓർ ഡെവലപ്മെൻറ്റ് ഓഫ് എ ഡിസബിലിറ്റി ഇൻ ഓർഡർ ടു ഹെൽപ്പ് ദ ഇൻഡിവിജ്വൽ ട്രാൻസിഷൻ ടു എ ന്യൂ. അവരെ കൊണ്ടുപോകാനൊക്കെ നമ്മൾ സഹായിക്കുന്നത് ശരിക്കും വൊക്കേഷണൽ കൗൺസിലിംഗ് ആണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള വൊക്കേഷണലി കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ എന്തുണ്ടാവും, ഇങ്ങനെ ഡിസബിലിറ്റി ആയിട്ട് കുട്ടികളിൽ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഇനി പറയുന്നൊരു ഏരിയ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൗൺസിലിംഗ് നമുക്ക് ഈ തരത്തിലുള്ള വൊക്കേഷണൽ കൗൺസിലിംഗ് മേ ബി ഡൺ ഇൻ ഹൗസ് ഓർ കൗൺസിലേഴ്സ് പ്രൊവൈഡഡ് ബൈ ആൻ എംപ്ലോയർ. അപ്പോൾ നമുക്ക് ഇതൊരു റീഹാബിലിറ്റേഷനാണ് ശരിക്കും. കുട്ടികളെ വൊക്കേഷണൽ കൗൺസിലിംഗ് എന്ന് പറയുന്ന സമയത്ത് ഈ മെൻ്റലി ഫിസിക്കൽ റിട്ടാർഡായ കുട്ടികൾ അങ്ങനെയൊക്കെ ചെറിയ ചെയ്യാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ അവരെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് അവർക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പഠിപ്പിച്ച് ഞങ്ങൾ വൊക്കേഷണൽ കൗൺസിലിംഗ് ഓഫ് ബിഗിൻ ജോബ് അനാലിസിസ് ഇൻ ഓർഡർ ടു ഗ്യാദർ ഇൻഫർമേഷൻ, റെക്കമെൻഡ് വർക്ക് അക്കോമഡേഷൻ ത്രൂ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ. നമ്മൾ എന്ത് ചെയ്യണം? വൊക്കേഷണലി ജോലി സംബന്ധമായിട്ട് റീഹാബിലിറ്റേഷൻ കുട്ടികൾക്ക് കൊടുക്കുകയാണ്. പിന്നെന്താ പറയുന്നത്? ഇൻഡിവിജ്വൽ കപ്പാസിറ്റികളനുസരിച്ച് അല്ലേ, ഓരോ കുട്ടികൾക്ക് എന്ത് കപ്പാസിറ്റിയാണ് ചെയ്യാൻ കഴിയുക ആ രൂപത്തിലുള്ള ഒരു അസിസ്റ്റൻസ് കൊടുത്തിട്ട് നമ്മൾ ആ കുട്ടികളെ ഉഷാറാക്കി എടുക്കുന്ന രീതിയാണ് വൊക്കേഷണൽ ഗൈഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓരോ വ്യക്തിയുടെ കഴിവുകൾ ഉണ്ടാവും അല്ലേ, ഇൻഡിവിജ്വൽ എബിലിറ്റീസ്. നമ്മൾ ഇൻഡിവിജ്വൽ എബിലിറ്റി എന്ന് പറയും ഓരോ വ്യക്തിയുടെ കഴിവുകൾ. അതേപോലെ ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി, അവർക്ക് ചെറുപ്പം മുതലേ ഉള്ളൊരു താല്പര്യം ഉണ്ടാവും, അതിന് അഭിരുചി എന്ന് പറയാം. അതേപോലെ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് എന്ത് കൊടുക്കേണ്ടത്, അയാൾക്ക് ഏത് വൊക്കേഷൻ തിരഞ്ഞെടുക്കണമെന്നുള്ള ഒരു റൈറ്റ് കൊടുക്കേണ്ടത്, ചോയ്സ് കൊടുക്കേണ്ടത്. ഇനി വരുന്നതിന് മറ്റൊരു ഏരിയയാണ് നമ്മുടെ മാരേജ് കൗൺസിലിംഗ് അല്ലേ. മാരേജ് കൗൺസിലിംഗ് എന്താ നമുക്കറിയാം. എന്താണ് വാട്ട് ഈസ് മാരേജ് കൗൺസിലിംഗ് എന്നുള്ളത്? മാരേജ് കൗൺസിലിങ്ങിൻ്റെ ഏരിയ നോക്കിയാൽ എന്താണ് മാരേജ് കൗൺസിലിംഗ്? അപ്പോൾ വളരെ സിമ്പിളാണല്ലോ. മാരേജ് കൗൺസിലിംഗ് ആൾസോ കാൾഡ് കപ്പിൾ തെറാപ്പി. ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് കപ്പിൾ തെറാപ്പി.
ഇത് ഒരു സൈക്കോതെറാപ്പിൻ്റെ ഭാഗമാണ് അല്ലേ, സൈക്കോതെറാപ്പിയുടെ ഭാഗമാണ് ഈ കപ്പിൾ സൈക്കോളജി. മാരേജ് കൗൺസിലിംഗ് ഹെൽപ്സ് കപ്പിൾ ഓഫ് ഓൾ ടൈപ്സ് ടു റെക്കഗ്നൈസ് ആൻഡ് റിസോൾവ് കോൺഫ്ലിക്റ്റ് ആൻഡ് ഇംപ്രൂവ് ദെയർ റിലേഷൻഷിപ്പ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണിത്? അവരുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കുകയും എന്നിട്ട് റിസോൾവ് പറഞ്ഞാൽ തീർക്കുക അല്ലേ, കോൺഫ്ലിക്റ്റ് പ്രശ്നങ്ങളൊക്കെ തീർക്കുക, ആൻഡ് ഇംപ്രൂവ് ദെയർ റിലേഷൻഷിപ്പ്, എന്നിട്ട് അവരുടെ ബന്ധങ്ങൾ ഉഷാറാക്കിയെടുക്കുക. അതിനാണ് ഇത് ചെയ്യുന്നത്. പിന്നത്തോളം മാരേജ് കൗൺസിലിങ്ങിലൂടെ യു ക്യാൻ മേക്ക്, നിങ്ങൾക്കുണ്ടാകും തോട്ട്ഫുൾ ഡിസിഷൻ, നല്ല തീരുമാനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അബൌട്ട് റീബിൽഡിങ് ആൻഡ് സ്ട്രെങ്തനിങ് യുവർ റിലേഷൻഷിപ്പ്, എന്തിനു വേണ്ടിയിട്ട്? നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധങ്ങളെ ഉഷാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ മാരേജ് കൗൺസിലിംഗ് ഇസ് ഓഫൻ പ്രൊവൈഡഡ് ബൈ ലൈസൻസ്ഡ് തെറാപ്പിസ്റ്റ് നോൺ ആസ് മാരേജ് ആൻഡ് ഫാമിലി തെറാപ്പിസ്റ്റ്. ഇത് നൽകുന്നത് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഫാമിലി തെറാപ്പിസ്റ്റുകളാണ് ഈ മാരേജ് കൗൺസിലിംഗ് നൽകാറുള്ളത്. സാധാരണ കൗൺസിലേഴ്സും സൈക്കോളജിസ്റ്റുമാരും എല്ലാവരും ഈ ഒരു മാരേജ് കൗൺസിലിംഗ് നൽകാറുണ്ട് എന്നും കൂടി ഇതിൻ്റെ കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ എന്തിനാണ് ഒരു മാരേജ് കൗൺസിലിംഗ്? മാരേജ് കൗൺസിലിംഗ് ക്യാൻ ഹെൽപ്പ്, മാരേജ് കൗൺസിലിംഗ് സഹായിക്കും കപ്പിൾസിനെ സഹായിക്കും. എന്തിനു സഹായിക്കും? ഇൻ ആൾ ടൈപ്പ് ഓഫ് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്, എല്ലാ തരത്തിലുള്ള റിലേഷൻഷിപ്പിനും സഹായിക്കും. എന്തിനെ? റിഗാർഡ് സെക്ഷൽ ഓറിയൻറ്റേഷൻ ഓർ മാരേജ് സ്റ്റാറ്റസ്. ഓക്കെ. സെക്ഷൽ ഓറിയൻറ്റേഷൻ മാത്രമൊന്നുമല്ല, സെക്സിനെ കുറിച്ചിട്ടോ കാര്യങ്ങളോ സംസാരിക്കാൻ മാത്രമൊന്നുമല്ല, മൊത്തത്തിൽ മാരേജിനെ കുറിച്ചുള്ള എല്ലാ വിഷയങ്ങളും കപ്പിൾസിന് മനസ്സിലാക്കാൻ സഹായിക്കും. ഇൻ സം കപ്പിൾ സീക്സ് മാരേജ് കൗൺസിൽ സ്ട്രെങ്തൻ ദെയർ പാർട്ട്ണർഷിപ്പ്. അപ്പോൾ കൗൺസിലിംഗ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പാർട്ട്ണർഷിപ്പ് ഒന്നും കൂടി സ്ട്രെങ്തൻ ചെയ്യും. കൗൺസിലിംഗ് കഴിയുന്ന സമയത്ത് ഒന്നും കൂടി അവരെന്തെങ്കിലും ഉഷാറാൻ ശ്രമിക്കും, ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്, കുറച്ചും കൂടി ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കും. മാരേജ് കൗൺസിലിംഗ് ക്യാൻ ആൾസോ ഹെൽപ്പ്, മാരേജ് കൗൺസിലിംഗ് സഹായിക്കും ടു പ്ലാൻ ടു ഗെറ്റ് മാരീഡ്. ഹു പ്ലാൻ ടു ഗെറ്റ് മാരീഡ്, ആരാണോ കല്യാണം കഴിക്കാൻ പോകുന്നത് അവരെ സഹായിക്കും അല്ലേ. അതിനെന്താ നമ്മൾ പറയുക? ഇതിന് പറയുന്ന പേരാണ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നുള്ളത്. ഹെൽപ്പ് കപ്പിൾ ടു അച്ചീവ് ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഈച്ച് ആൻഡ് ഡിഫറൻസസ് ബിഫോർ മാരേജ്. കല്യാണത്തിന് മുമ്പ് തന്നെ പരസ്പരം തെറ്റുകളും അല്ലെങ്കിൽ വ്യത്യാസങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ ഈ ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് നമ്മളെ സഹായിക്കും. ഇനിയോ ഇൻ അതർ കേസസ്, ബാക്കിയുള്ള ആളുകളുടെ കേസസിൽ കപ്പിൾ സീക്ക് മാരേജ് കൗൺസിലിംഗ് ടു ഇംപ്രൂവ് എ ട്രബിൾഡ് റിലേഷൻഷിപ്പ്. എല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴാണ് കൗൺസിലിംഗ് കൊടുക്കുക കപ്പിൾസിന്? എപ്പോഴാണ് ഒരു ട്രബിൾഡ് റിലേഷൻഷിപ്പ് ഉള്ളത്, ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൗൺസിലിംഗ് കൊടുക്കും അല്ലേ. കൗൺസിലിംഗ് ടു ഹെൽപ്പ് വിത്ത് മെനി സ്പെസിഫിക് ഇഷ്യൂസ് ഇൻക്ലൂഡിങ് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം, പരസ്പരം സംസാരിക്കുന്നില്ല, സെക്ഷൽ ഡിഫിക്കൽട്ടീസ്, സെക്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നടക്കുന്നില്ല, കോൺഫ്ലിക്റ്റ് അബൌട്ട് ചൈൽഡ് റിയറിങ്, ബ്ലെൻഡഡ് ഫാമിലീസ്, സബ്സ്റ്റൻസ് അബ്യൂസ്, ആങ്കർ, ഇൻഫിഡിലിറ്റി. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പിന്നെ ഫാമിലി പ്രോബ്ലംസ്, അതുപോലെ കള്ളിൻ്റെ യൂസ്, സബ്സ്റ്റൻസ് അബ്യൂസ്, കള്ളിൻ്റെ യൂസിൽ ദേഷ്യം അല്ലെങ്കിൽ സംശയരോഗം തുടങ്ങിയിട്ടുള്ള കുറേ വിഷയങ്ങളിൽ കപ്പിൾ കൗൺസിലിംഗ് നമ്മളെ സഹായിക്കും. ഇനിയോ മാരേജ് കൗൺസിലിംഗ് ഈസ് ആൾസോ ഹെൽപ്ഫുൾ ടു കേസസ് ഡൊമസ്റ്റിക് അബ്യൂസ്. ഗാർഹിക പീഡനങ്ങളൊക്കെ നടക്കുകയാണ് മാരേജ് കൗൺസിലിംഗ് കാണണം. ഇഫ് വയലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എസ്കലേറ്റഡ് ടു ദി പോയിൻറ്റ് യു ആർ അഫ്രൈഡ്, നിങ്ങൾക്ക് എന്തെങ്കിലും വയലൻസ് എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇനി അവിടെ കച്ചറകളും കാര്യങ്ങളും ഉണ്ടാകും ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് തമ്മിൽ നിന്നുണ്ടെങ്കിലൊക്കെ കൗൺസിലിംഗ് ആവശ്യമാണെന്ന് അർത്ഥം. കൗൺസിലിംഗ് എലോൺ ഇസിൻറ്റ് ആഡ്വക്കേറ്റ്, ഹൗവർ കൗൺസിലിംഗ് എലോൺ ഇസിൻറ്റ് ആഡ്വക്കേറ്റ്. അപ്പോൾ അവിടെ കച്ചറിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൗൺസിലിംഗ് കൊണ്ട് മാത്രം നടക്കില്ല. ചിലപ്പോൾ എന്ത് ചെയ്യണം? കോൺടാക്ട് ചെയ്ത് പോലീസിനെ കോൺടാക്ട് ചെയ്യണം. ഒരു ലോക്കൽ ഷെൽട്ടർ അല്ലെങ്കിൽ ആരാണോ നമുക്ക് ഏറ്റവും അടുത്തുള്ള ആളുകൾ അവരുമായി കോൺടാക്ട് ചെയ്യണം. ഓർ ക്രൈസിസ് സെൻറ്റർ ഓഫ് എമർജൻസി റിപ്പോർട്ട്. ഓക്കെ. അപ്പോൾ പിന്നെ ഇങ്ങനെ ക്രൈസിസ് നടക്കുന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഏജൻസിനെ അവരെ അറിയിക്കണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? വിഷയം ഡീൽ ചെയ്യേണ്ടി വരും. അപ്പോൾ സ്കോപ്പ് ഓഫ് കൗൺസിലിങ്ങിൻ്റെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇനി ബാക്കി ഫാമിലി കൗൺസിലിംഗ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ശരി, താങ്ക് യു.